ഹായ് ക്രിയേറ്റേഴ്സ്. ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമായിരുന്നു. അവർക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് ടേംസ് ഓഫ് സർവീസ്. അപ്പോൾ സാധാരണ നമുക്ക് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസുമായിട്ട് വല്ല ഇമെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും. കാരണം എന്തെങ്കിലും വാണിങ്ങോ സ്ട്രൈക്കോ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു മെയിലിൻ്റെ ടൈറ്റിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ക്വാർട്ടർലി റിമൈൻഡർ അബൌട്ട് യൂട്യൂബ്സ് ടേംസ് ഓഫ് സർവീസ്, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ആൻഡ് പ്രൈവസി പോളിസി. അതായത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പോളിസി അതുപോലെ പ്രൈവസി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിമൈൻഡറാണ്. ഒരു ക്വാർട്ടർലി, ഒരു 3 മാസം കൂടുമ്പോൾ യൂട്യൂബ് നൽകുന്ന ഒരു റിമൈൻഡിങ്, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം യൂട്യൂബിൽ ഒരുപാട് പോളിസികളുണ്ട്. അപ്പോൾ അത് നമ്മളോട് ആ പോളിസികളൊക്കെ മനസ്സിലാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഒരുപാട്, എങ്ങനെ വീഡിയോ ചെയ്യണം, എങ്ങനത്തെ വീഡിയോ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂട്യൂബ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് അവർ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു സേഫ് കമ്മ്യൂണിറ്റി ആയിട്ട് യൂട്യൂബിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു ഏജൻ്റായിട്ടാണ് യൂട്യൂബ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം യൂട്യൂബ് തരുന്നു. അതുപോലെ വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ആ ഒരു താല്പര്യം സംരക്ഷിക്കാനും യൂട്യൂബ് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയി യൂട്യൂബിനെ അവർക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പോളിസികൾ അറിഞ്ഞ് നമ്മളോട് വീഡിയോസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ യൂട്യൂബിനെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക, ഹെയ്റ്റ് സ്പീച്ച്, അവരുടെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കൊടുക്കാതിരിക്കുക, അങ്ങനെ ഒരു ഹെൽത്തി പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും ഒരുപാട് മോണിറ്റൈസേഷൻ പോളിസികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു ഇമെയിൽ മാത്രമാണിത്. ഇതിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, വയലേഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് റിമൂവ് ചെയ്യാനും നമ്മുടെ അക്കൗണ്ട് ഭാഗികമായിട്ട് ബ്ലോക്ക് ചെയ്യാനും അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പെർമനൻ്റ്ലി ഒഴിവാക്കാനൊക്കെ യൂട്യൂബിന് റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സിമ്പിളായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു മെയിലിലൂടെ അവർ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ടിട്ട് സ്ട്രൈക്കോ വാണിങ്ങോ വന്നിട്ടുള്ളതല്ല. അത് വരാതെ നമ്മളോട് പോകണം എന്നുള്ളത് അവരെല്ലാ ക്രിയേറ്റേഴ്സിനും ജസ്റ്റ് ഒന്ന് അലേർട്ട് ചെയ്തതാണ്, ഒന്ന് അറിയിച്ചതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ആ ഒരു മെയിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.